ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പരമ്പരയിൽ അനേക കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായിട്ടുണ്ട്. കണിശമായിട്ടും യേശു നമ്മെ സ്നേഹിക്കുന്നു. യേശു നമുക്ക് ചില മാതൃകകൾ നൽകിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് നാം ചിന്തിപ്പാൻ കൊണ്ട് പോകുന്നത് തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചാണ്. തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിറ്റി സർവീസ് അല്ലെങ്കിൽ ആ ഒരു കുർബാന എന്ന് പല പേരുകളാൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതായത് ഇതിന് കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ് പൊതുവേ ഇപ്പം ഞങ്ങളുടെ ഇടയിൽ പറയുന്നത്. അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നതിന് കാരണം കർത്താവായ യേശു ക്രിസ്തു തിരുവത്താഴം നടത്തിയ ആ സമയത്ത് നടന്നതുകൊണ്ട് അങ്ങനെ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നുണ്ട്. ചിലർ ഹോളി കുർബാന എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പേരുണ്ട്. എന്നിരുന്നാലും നാം അറിയപ്പെടുന്ന നാം ഇതിനെ മാനിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ താൻ ചെയ്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വായിക്കേണ്ട വേദഭാഗം, അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. അപ്പം ഇത് ഉടുക്കത്തെ അത്താഴമെന്നോ അല്ലെങ്കിൽ കർത്താവിൻ്റെ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് നടത്തിയ ആ ശുശ്രൂഷയെ ഒടുവിലത്തെ അത്താഴം നടക്കുന്നത്, അതിനുശേഷം അവരിങ്ങനെ അത്താഴത്തിനായിട്ട് കൂടിയിട്ടില്ല. അപ്പം ഇവിടെ ഈ പറയപ്പെട്ട കാര്യം നാം വേദപുസ്തകത്തിൽ പരിശോധിക്കാമെങ്കിൽ ഇത് 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ ഒരു കാര്യം എല്ലായിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഇവിടെ ഇത് എന്താണ് ചെയ്തത്? അവിടെ ചെയ്തതായ കാര്യത്തെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം, അതായത് ഈ പെസഹ പെരുന്നാളെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ പല പെരുന്നാളുകളുണ്ടായിരുന്നു. 7 തരത്തിലുള്ള പെരുന്നാളുകളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു പെസഹ. പെസഹ എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു? നമ്മുടെ ചിന്തകൾ പോകേണ്ടത് മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോയതായ സാഹചര്യമാണ്. എന്തായിരുന്നു? അവർ 10 ബാധകൾ ഉണ്ടായി. ആ 9 ബാധയും വന്നിട്ടും മിസ്രൈമിലെ രാജാവായ ഫറവോൻ ഇസ്രായേൽ മക്കളെ പോയി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് സമ്മതിച്ചില്ല. അത് ദൈവം അവർക്ക് 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ പുത്രനെ സംഹരിക്കുന്നതായ ബാധ വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഓരോ യഹൂദൻ അല്ലെങ്കിൽ യഹൂദ കുടുംബങ്ങൾ, ഇസ്രായേലിലെ കുടുംബത്തിൽ അവരൊരു ആടിനെ അധികം ഒരു വയസ്സ് പ്രായമുള്ള, അതിൻ്റെ വിവരണം ഞാൻ കൊടുക്കുന്നില്ല, ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളമേലും കമ്പിപ്പൊടിമേലും, അതായത് പറഞ്ഞിരിക്കുന്ന പോലെ പുരട്ടുവാൻ തക്കോണം പറഞ്ഞു. കാരണം അന്ന് രാത്രിയിൽ സംഹാരദൂതൻ പുറപ്പെടുകയും അവിടെ എല്ലാ ഭവനങ്ങളിലും സന്ദർശിക്കും. അപ്പം ആ സന്ദർശിക്കുന്ന സമയത്ത് ഈ രക്തം പുരട്ടിയിട്ടില്ലാത്ത ഭവനത്തിലുള്ള കടിഞ്ഞൂൽ പുത്രനെ അല്ലെങ്കിൽ ആദ്യ ജാതനെ അന്ന് ആ സംഹാരദൂതൻ കൊല്ലും. അപ്പോൾ അവിടെ അത് ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഭവനങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തം പുരട്ടുക. അപ്പോൾ ഈ സംഹാരദൂതൻ വരുമ്പോൾ ഈ രക്തം തളിച്ചതായ ഭവനത്തെ വിട്ടുമാറും. അതാണല്ലോ പാസ് ഓവർ, അവിടെ വിട്ടുപോവുക. അപ്പോൾ ആ ഒരു പെസഹ, അതാണ് എബ്രായ ഭാഷയിൽ പെസഹ എന്ന് പറയുന്നത്. പാസ് ഓവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കാരണം ആ ദൂതൻ അവിടെ വരുമ്പോൾ ഈ ഭവനത്തിൽ രക്തം കണ്ടിട്ട് അവിടുന്ന് മാറിപ്പോകും. അപ്പോൾ ആ ഒരു തുടർച്ച, അത് അന്നെന്ത് ചെയ്യണം? അവരെ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാകണം. അവരെല്ലാവരും നിന്നുകൊണ്ട് ഈ അപ്പവും ഈ കൊന്ന ആടിൻ്റെ മാംസവും വേവിച്ച് അത് തിന്ന് അവർ റെഡിയായിരിക്കുക. എന്തിനു വേണ്ടിയാണ്? അവർ പുറപ്പെടുകയാണ്. അതാണല്ലോ പുറപ്പാട് പുസ്തകം, പുറപ്പെടുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെല്ലാവരും റെഡിയായിരിക്കണം. അപ്പോൾ ആ രാത്രിയിൽ സംഭവിച്ചെന്താണെന്ന് അറിയാമോ?
അതായത് മിസ്രൈം ദേശത്തുള്ളതായ ദാസൻ്റെ ഭവനം മുതൽ രാജാവിൻ്റെ, അതായത് ഫറവോൻ്റെ ഭവനത്തിലുള്ള മൂത്ത സന്തതി അല്ലെങ്കിൽ അവരുടെ എന്നാ പറയുന്നത് മൂത്ത പുത്രൻ കൊല്ലപ്പെട്ടു. അപ്പോൾ ഫറവോന് സങ്കടമായി. ഇസ്രായേൽ മക്കൾ ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞു, കൽപ്പനയിട്ടു. അതിങ്ങനെ വന്ന സമയത്ത് ഇവരെല്ലാവരും എന്ത് ചെയ്തു? അവരുടെ എല്ലാ കാര്യങ്ങളും വസ്തുക്കളുമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ തക്കൊണ്ട് സാധിക്കുന്ന എല്ലാ വസ്തുക്കളുമായിട്ട് ആടും മാടുകളും അവരുടെ കുഞ്ഞുങ്ങളും കുട്ടികളും അവരുടെ എല്ലാ സ്വത്തും തുണിയും മണിയും എല്ലാം എടുത്തുകൊണ്ട് അവർ പോയി. പോകുന്ന പോക്കിൽ അവരുടെ അയലോക്കത്തുള്ളതായ ഭവനക്കാരോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ദാനം തരണമെന്ന് പറഞ്ഞു. അവരുടനെ അവരുടെ കൈവശമുള്ളതായ പൊന്ന് സ്വർണം ഇതൊക്കെയും കൊടുത്തു. അതെല്ലാം കൊണ്ട് അവർ യാത്രയായി. അപ്പോൾ ഈ യാത്രാ പുറപ്പാട് അല്ലെങ്കിൽ അതാണ് പെസഹ ആചരിപ്പാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിച്ചതായ ഘടകം. അങ്ങനെ ഈ ഉത്സവം കൂടുന്നതിന് വേണ്ടിയാണ് അവർ കൂടി വന്നത് എന്ന് നാം ഈ വേദഭാഗങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതായ വേദഭാഗത്ത് അത് പറയുന്നുണ്ട്. മത്തായിയുടെ യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാനത് വായിച്ചു. അവിടെ എന്താണ് വായിച്ചത്? പെസഹ പെരുന്നാളിന് മുൻപ് താൻ ഈ ലോകം വിട്ട് ദൈവത്തിനടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളത് സ്നേഹിച്ചതുപോലെ അവസാനത്തുള്ളവരെ സ്നേഹിച്ചു. പിന്നെ അത്താഴത്തിന് സമയമായപ്പോൾ കർത്താവ് പിശാച് യൂദായുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ താൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അരയിൽ തുവർത്ത് ചുറ്റി ഒരു തുണി ചുറ്റിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളവുമായി ഓരോ ശിഷ്യനെയും കാല് കഴുകി ആ കാല് കഴുകിയ ശേഷം ഇത് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു, അത് നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് കർത്താവ് ചെയ്തതായ കാര്യം. പിന്നെ താൻ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് വായിക്കാം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിലെ ഏതാനും ഭാഗങ്ങൾ മുമ്പേ ഞാൻ വായിച്ചു. എന്നാൽ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് വായിക്കാം. അവിടെ പറയുന്നത് 23 മുതലുള്ളതായ വേദഭാഗമാണ്. 23 പറയുന്നത്, ഇത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതിനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. എന്നാൽ നാം നമ്മെ തന്നെ വിധിക്കപ്പെടുന്നില്ല. വിധിക്കപ്പെടുന്നെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, ഭക്ഷണം കഴിക്കുവാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. വല്ലവൻ വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചതായ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് എൻ്റെ ഓർമ്മയ്ക്കായി, ആരുടെ ഓർമ്മയ്ക്കായാണ്? യേശുക്രിസ്തുവിൻ്റെ. യേശുക്രിസ്തുവിനെ എന്തിനാണ് ഓർക്കേണ്ടത്? താൻ പാടുപെട്ട് മരിച്ചു, നമുക്ക് വേണ്ടി തൻ്റെ രക്തം നൽകി, തൻ്റെ ശരീരം നുറുക്കപ്പെട്ടു. അപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതായത് തൻ്റെ രക്തവും തൻ്റെ മാംസവും നമുക്ക് വേണ്ടി നൽകി. അപ്പോൾ ഇതിലൂടെയാണ് എന്ത് സമ്പാദിക്കുന്നത്? സ്വർഗരാജ്യത്തിന് നമ്മളെല്ലാവരും ഓഹരിക്കാരായി തീരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ലോർഡ് സപ്പർ കൊണ്ട് അല്ലെങ്കിൽ തിരുവത്താഴം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഒന്നാമത്തെ കാര്യം പാപത്തിൽ നിന്ന് നമുക്കുള്ളൊരു വിടുതലാണ്. പാപത്തിൽ നിന്ന് വിടുതൽ എങ്ങനെയാണ്? തൻ്റെ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിലൂടെ. അതായത് ദൈവത്തിൻ്റെ ഒരു മാതൃക, ഒരു മോഡലായിട്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ, അതായത്
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. എന്താണ് ഓർക്കേണ്ടത്? ഞാൻ പാടുപെട്ട് മരിച്ചു, എൻ്റെ ശരീരം നുറുക്കപ്പെട്ടു, എൻ്റെ രക്തം ഒഴുക്കപ്പെട്ടു. അത് നമ്മൾ ഓർക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മെ വീണ്ടെടുക്കുവാൻ. അപ്പോൾ ഇതൊരു വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയാണ്, അല്ലേ? അല്ലെങ്കിൽ വിടുതലിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ അതാണ് നാം ഓർക്കേണ്ടത്. പിന്നെ അടുത്തതായിട്ട് ചിന്തിക്കാനുള്ളത്, അതായത് ഇത് വെറും, അതായത് ഇപ്പോൾ ഈ നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ അപ്പവും വീഞ്ഞും, ഇപ്പം നമുക്ക് സാധാരണ ചെയ്യുന്നത് കുറച്ച് വീഞ്ഞ് വാങ്ങിച്ച്, കുറച്ച് മുന്തിരിങ്ങ വാങ്ങിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് അതാണ് സാധാരണയായിട്ട് സെർവ് ചെയ്യുന്നത്. അതുപോലെ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കി അത് സെർവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു മോഡലാണ്, ഒരു സിംബോളിക്കാണ്. അത് ഒരിക്കലും അതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം അത് നാം കൈക്കൊള്ളുന്നു. അതായത് പാസ്സോവറിൻ്റെ സമയത്ത് ഒരു ആടിനെയാണ് അവർ ഉപയോഗിച്ചത്. അത് സിംബോളിക്കായിരുന്നു. ആരെയാണ് ചൂണ്ടിക്കാണിച്ചത്? യേശുവിനെയാണ്. യേശുവാണ് അവർക്ക് പകരക്കാരനായി തീരേണ്ടത്. അല്ലെങ്കിൽ അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ് നമുക്ക് വേണ്ടി നൽകപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. പിന്നെ അടുത്ത് ചിന്തിക്കുന്നത്, ഇത് നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 10:7. യേശു പിന്നെയും അവരോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഇവിടെ ആടിനെക്കുറിച്ചും ഇടയനെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. അതായത് ആടുകൾ ആരാണ്? നാം ഓരോരുത്തരുമാണ്. എന്നാൽ ആടുകൾ എന്തറിയുന്നു? യേശുവിനെ അറിയുന്നു. അപ്പം ഞാൻ നല്ല ഇടയവൻ പിതാവിനെ അറിയാൽ ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ ഞാൻ എനിക്കുള്ളവരെ അറിയത് 14-ാമത്തെ വാക്കിനെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അതായത് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത അനേക ആടുകളുണ്ട്. എന്നിരുന്നാലും എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടത് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. ആരും അതിനെ എടുത്തു കളയുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഈ 10-ാമത്തെ വാക്യം പറയുന്നത് കള്ളൻ വരുന്നതിനെക്കുറിച്ചാണ്. അവർക്ക് ജീവൻ കൊടുക്കുന്നു. അതായത് നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ആ ജീവനെ കൊടുക്കുന്നവൻ നമുക്ക് ജീവൻ എന്തുകൊണ്ട്? സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അതായത് നല്ല നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി. ഇപ്പം നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് അധികം നാളില്ല, പക്ഷെങ്കിൽ നിത്യമായ ജീവൻ തരുവാനൊക്കെ ഉണ്ട്. അതായത് നാം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3:16 വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകിയതിന് വേണ്ടിയാണ്, നമ്മുടെ നിത്യജീവന് വേണ്ടിയാണ്. അതിന് അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പോൾ യേശുവിനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ അയച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. അതെ, 10-ാമത്തെ വാക്യത്തിൽ അവസാന ഭാഗം പറയുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുന്നവനും അറക്കുന്നവനും മുടിക്കുന്നവനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ, അതായത് സമൃദ്ധിയായെന്ന് പറഞ്ഞാൽ അത് വളരെ സമ്പത്ത് നിറഞ്ഞ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അസാധ്യമായ രീതിയിൽ, അല്ലെങ്കിൽ അത് അത്രമാത്രം ഉള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാനപാത്രത്തിൽ പങ്കുള്ളവരായി തീരുവാൻ തക്കവണ്ണം തീരണം, എങ്കിൽ മാത്രമേ അതുകൊണ്ട് രക്ഷയുള്ളൂ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ വാക്യം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. അപ്പോൾ ഇത് പലയിടങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അപ്പത്തിന് മാത്രമല്ല പറയുന്നത്, വീഞ്ഞിനും അത് പറയുന്നുണ്ട്. അതാണല്ലോ നാം കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് വായിച്ചത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത്. അത് ഓരോ സമയത്തും അത് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിലാണ്, ഞാനത് മുമ്പേ വായിച്ചതാണ്, വീണ്ടും വായിക്കാം. അതായത് 24 പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുപോലെ പിന്നെ പറയുന്നത്, ഇത് അവിടുന്ന് അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് കുടിക്കുമ്പോഴൊക്കെയും ഇങ്ങനെ ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്? നമ്മുടെ ഓർമ്മയല്ല, കർത്താവ് നമുക്ക് വേണ്ടി
പാടുപെട്ടു, മരിച്ചു. അപ്പം ആ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഒത്തൊരുമയോടുകൂടി കൂടുകയാണ് അല്ലേ. ഒരു മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഫെലോഷിപ്പ് ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. ഒരപ്പത്തിൻ്റെ അംശികൾ, ഒരു മുന്തിരിച്ചാറിൻ്റെ അംശികൾ. അപ്പോൾ അത് നമ്മെ എന്തായിരുന്നു, ഒരുമയുടേതായ ഒരു അനുഭവത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഒരുമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഇത് സ്ഥാപിച്ചത്. ഇനി അത് മാത്രമല്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെ ഈ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് കർത്താവ് ഇത് ചെയ്യുന്നത് എന്ന് വരേക്കാണ്. അതായത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, അങ്ങനെ അപ്പം തന്നെയും കുടിക്കുകയും ചെയ്യുന്നവൻ, അതായത് എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. താഴോട്ട് പറയുമ്പോൾ അപ്പം തന്നെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴേക്കും കർത്താവ് വരുവോളം എന്ന് വരിക, കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ. അപ്പോൾ അതുവരെയും നാം ചെയ്യണം. അതല്ലാതെ ഇപ്പം ചിലർ ചെയ്യുന്ന പോലെ 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1 വർഷം കൂടുമ്പോഴോ അങ്ങനെയല്ല. പിന്നെയോ കഴിയുന്നിടത്തോളം എപ്പോഴൊക്കെയും സാധിക്കുന്നുവോ. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അറ്റ്ലീസ്റ്റ് ഇപ്പം മറ്റ് സഭകളിലൊക്കെ ആഴ്ചതോറും ചെയ്യുന്നവരുണ്ട്. അത് പലപ്പോഴും അസൗകര്യമാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ളതായ പ്രവർത്തനങ്ങൾ, അതായത് അതിന് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം, ഒരുമയുടെ അനുഭവം ഉണ്ടാകണം, അന്യോന്യം ഒരു സംസാരം ഉണ്ടാകണം. വെറും പാപങ്ങൾ ചൊല്ലി, അതായത് ദൈവത്തോട് പറഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ കുർബാന പങ്കെടുക്കുന്ന ഒരു അവസ്ഥയല്ല. പിന്നെയോ ഇത് കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുൻപായിട്ടെങ്കിൽ ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപായിട്ട് അന്യോന്യം ശോധന ചെയ്യണം, നമ്മെ തന്നെ ശോധന ചെയ്യണം. പിന്നെ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപാടുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഈ മനസ്സിലായിക്കൊണ്ട് കണിശമായിട്ടും അത് നമ്മുടെ ജീവിതത്തിന് എന്തുണ്ടാകണം, ഒരു ഉണർവുണ്ടാകണം. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് അയോഗ്യമായി ഭക്ഷണം കഴിക്കരുത്. അയോഗ്യത എന്താണ്? അതായത് ഇത് സാരമില്ല അല്ലെങ്കിൽ ഒരു നാമധേയമായിട്ട് ചെയ്യുക, അതല്ല. ഹൃദയം കൊണ്ട് ഹൃദയത്തെ പരിശോധിക്കണം. എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന് പാനപാത്രം കുടിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് എന്തുണ്ടാകും, കുറ്റക്കാരനാകും. അപ്പം അങ്ങനൊരു കുറ്റം നമുക്കുണ്ടാകരുത്. ഇത് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷേ അതിൽ നമ്മൾ അയോഗ്യരായിത്തീർന്നാൽ, അത് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ വന്നാൽ അത് ശരിയല്ല. അതുകൊണ്ട് ഡിസ്ക്വാളിഫൈഡ് എന്ന് നമുക്കറിയാമല്ലോ. ഈ സ്പോർട്സും അല്ലെ ഗെയിംസും ഒക്കെ കളിക്കുമ്പം നമുക്കറിയാം ചിലരെ ഡിസ്ക്വാളിഫൈഡ് ആക്കും. കാരണം അവർ അതിൻ്റെ റൂള് പാലിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇവിടെ അയോഗ്യമായി പങ്കെടുക്കുമ്പോൾ അത് നമുക്കെന്താണ്, അത് ദോഷമായി തീരരുത്. അതുകൊണ്ട് പറയുന്നത് തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾ വിട്ടില്ലയോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് നാം ഒരു കാത്തിരിപ്പുണ്ടാകണം, അതിനുള്ള ഒരു ഒരുക്കം ഉണ്ടാകണം. അതുകൊണ്ടാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് സർവീസിന് മുൻപ് ഞങ്ങളുടെ പള്ളികളിലൊക്കെ അവർ മുൻകൂട്ടി അറിയിക്കും. പാർസണൽ വ്യവസ്ഥയെ ഞാൻ അറിയിക്കും. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? ഒരുങ്ങണം, അതിനുവേണ്ടിയുള്ള ഒരുക്കമുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ കണിശമായിട്ടും മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യുന്ന ആ ഒരു വിശേഷം നമുക്കുണ്ടാകില്ല. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരാ ഏവരുമേ, നാം കർത്താവ് പറഞ്ഞതുപോലെ നമുക്കൊരു മാതൃക കർത്താവ് തന്നിരിക്കുകയാണ്. അത് നാം അനുസരിക്കണം. അതനുസരിക്കേണ്ടതായ കടമ നമുക്കുണ്ട്. അതിനാണല്ലോ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്. ഈ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് നമ്മുടെ, അതായത് കർത്താവ് ഈ കമ്മ്യൂണിസ്റ്റ് സർവീസ് നടത്തിയ സമയത്ത് കർത്താവും ഗുരുവുമായ ഞാൻ ചെയ്തത് എന്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം നൽകിയിരിക്കുകയാണ്, ഒരു മാതൃക തന്നിരിക്കുകയാണ്. അതായത് ഗുരുവെന്നും കർത്താവെന്ന് വിളിക്കുന്നു. അങ്ങനെ ആകൊണ്ട് ഞാൻ പറയുന്നത് ശരി, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയുമെങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകണം. അതുപോലെ അത് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അപ്പോൾ ഇത് കർത്താവ് നമുക്കൊരു മാതൃക, ഒരു മോഡൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കണിശമായിട്ടും അതിൽ നിന്ന് നമുക്കെന്തുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. അതല്ലാതെ നമ്മൾ നഷ്ടപ്പെട്ടവരായി തീരുവാൻ തക്കോണം ഇടയാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറയുമ്പോൾ ഞാനൊരു ചെറിയ കഥ പണ്ടെങ്ങാണ്ട് കേട്ടത് ഓർത്തു പോവുകയാണ്. അത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടന്നതായ സംഭവമാണ്. മറ്റൊന്നുമല്ല, ഈ പെസഹ പെരുന്നാളിന് പെസഹയുടെ സമയത്ത് ഉള്ള ഒരു ചിത്രീകരണമാണ്. അതായത് ഒരു വീട്ടിൽ ഒരു പിതാവ് തൻ്റെ വേലക്കാരനോട് പറഞ്ഞു, ആടിനെ കൊന്ന് അവിടെ പുരട്ടാൻ പറഞ്ഞു. അപ്പോൾ മൂത്ത മകന് രക്തം പുരട്ടിയോ എന്ന് ചോദിക്കുന്നു. കാരണം അവന് വളരെ ആകാംക്ഷയാണ്. കാരണം അവനെയാണ് അന്ന് അതായത് ശിക്ഷാവിധിയിലാകപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ മൂത്തപുത്രനാണ്, ആദ്യജാതനാണ്.
അപ്പോൾ അവൻ വീണ്ടും അപ്പനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വസ്ത സേവനോട് പറഞ്ഞിട്ടുണ്ട്, അവനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞ് പിന്നെയും ചോദിക്കണം, അപ്പോൾ നമ്മുടെ വീടിൻ്റെ കട്ടിളമേൽ രക്തം പുരട്ടിയിട്ടുണ്ടോ? ഉടനെ അപ്പം പറയാണ് ഉണ്ട് എന്ന്. പക്ഷേങ്കിൽ ആ മകന് വീണ്ടും അവൻ എന്നിട്ട് എന്ത് ചെയ്തു? അവൻ തന്നെ പോയി നോക്കി. അവിടെ ചെന്ന് നോക്കിയപ്പം രക്തമില്ല. അപ്പോൾ ഉടനെ പിതാവിനോട് പറഞ്ഞു, അപ്പോൾ അവിടെ രക്തമൊന്നുമില്ല. ഉടനെ തന്നെ അപ്പൻ ഓടി അതേ തൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്തു? ഒരാടിനെ കൊന്നു. പെട്ടെന്ന് ധൃതിയിൽ രക്തം കൊണ്ട് പുരട്ടി. അങ്ങനെ ആ സമയത്താണ് ഈ ദൂതൻ അതിലേക്ക് കടന്നുപോയത്. ആ വീട്ടിൽ രക്തം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ആ ആദ്യജാതൻ അപ്പൻ്റെ ഈ പ്രവൃത്തി മൂലം രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ വീടിന് മുൻപാകെ സംഹാരദൂതൻ പോകുന്നുണ്ടോ? നമ്മുടെ ജീവൻ നഷ്ടപ്പെടുവാൻ കൊണ്ടും ഇടയാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. ഒരിക്കൽ പോലും അയോഗ്യമായി ദൈവസന്നിധിയിൽ കാണപ്പെടാൻ ഇടയാകരുത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുക. നമ്മുടെ സഹോദരന്മാരുമായിട്ട് അല്ലെങ്കിൽ സഹോദരിമാരുമായിട്ട് അല്ലെങ്കിൽ നാം അന്യോന്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് രമ്യതയിലെത്തുക. നമ്മുടെ ദൈവമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവ് പറയുന്നത്, വചനത്തിൽ പറയുന്നതാണ്, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് എന്ത് ചെയ്യും? ക്ഷമിക്കും. അതിന് നല്ലവനും വിശ്വസനമാണ്. ആയതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ ദൈവം ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. കർത്താവ് മാതൃക കാട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ പാലിച്ച് അനുസരിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? മറ്റൊന്നും ചെയ്യേണ്ട. ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിന് പ്രകാരം കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവ് കാണിച്ച മാതൃക പോലെ ജീവിക്കുക. നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ആ ജീവൻ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയൻ്റെ ഈ എളിയ ശുശ്രൂഷയിലൂടെ കേൾവിക്കാരായ അനേകരുണ്ട്. അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്തിലോ ദുഃഖത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെയും വേണ്ട സമാധാനം, സൗഖ്യം, സന്തോഷം അവിടെ നൽകണമേ. ഈ ഭൂമിയിൽ മാത്രം സന്തോഷിക്കാതെ സ്വർഗരാജ്യത്തിന് ഓഹരിക്കരായി തീരുവാൻ നോക്കണം. ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാൻ, കർത്താവ് പറഞ്ഞതുപോലെ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാം യേശുവിൽ കൊടുത്ത ആഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് നന്ദി പറയുന്നു.